നോളജ് ഫാക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഈ ആഴ്ചത്തെ തൊഴിൽ വീതിയെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് സംസാരിക്കാനായിട്ട് പോകുന്നത്. ഇതിനകത്ത് ഒരുപാട് അപ്ഡേറ്റുകളെയും കാര്യങ്ങളെയും കുറിച്ച് PSC സംസാരിക്കുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ ഈ ആഴ്ചത്തെ തൊഴിൽ വീതിക്കകത്ത് പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് പേജിനകത്ത് നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ 31-ാം തീയതി വന്നിട്ടുണ്ടായിരുന്ന വിജ്ഞാപനങ്ങളുടെ പേര്: സർവകലാശാല ലാസ്റ്റ് ഗ്രേഡ്, സെക്രട്ടേറിയറ്റ് കമ്പ്യൂട്ടർ അസിസ്റ്റൻറ്റ്, സബ് ഇൻസ്പെക്ടർ, വനിതാ CPOയുടെയൊക്കെ അത് വന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഇത് കൂടാതെ 253 തസ്തികയിലേക്ക് PSC വിജ്ഞാപനങ്ങൾ വരാനായിട്ട് പോകുന്നുണ്ട് എന്നും പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഈ ആഴ്ചത്തെ ഈ ഒരു തൊഴിൽ വീതിക്കകത്ത് പറയുന്ന PSC വാർത്തകളും അപ്ഡേറ്റുകളും എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഇതിൽ ആദ്യത്തെ വാർത്ത എന്ന് പറയുന്നത് പ്രതീക്ഷ കെടുത്താതെ 2022 എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം, കടന്നുപോയത് PSC നടപടികളിൽ ഒട്ടേറെ മാറ്റങ്ങൾ വന്ന വർഷമാണ് നമ്മുടെ 2022. അപ്പോൾ ഈ വാർത്തയ്ക്കകത്ത് പറയുന്നത് എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് വായിച്ചു നോക്കാം. കോവിഡിന് ശേഷം നിയമന നടപടികൾ സാധാരണ നിലയിലെത്തുന്ന 2022 പുതിയ PSC ചെയർമാനായിട്ടുള്ള ഡോക്ടർ MR ബൈജു സ്ഥാനമേറ്റതുൾപ്പെടെ ധാരാളം മാറ്റങ്ങൾ 2022 വന്നിട്ടുണ്ടെന്നും പറയുന്നുണ്ട്. സർക്കാർ ജോലിക്ക് മലയാളം നിർബന്ധമാക്കിയതും അതുപോലെ തന്നെ പ്രത്യേക ഫോറം ഏർപ്പെടുത്തിയതെല്ലാം കഴിഞ്ഞ വർഷത്തിൽ ആയിരുന്നു അല്ലേ. അപ്പോൾ പ്രധാന ലിസ്റ്റുകളിലൂടെ വർഷം എന്ന് വെച്ചാൽ ഒരുപാട് പ്രധാനപ്പെട്ട ലിസ്റ്റുകൾ കടന്നുപോയ വർഷമാണ് നമ്മുടെ 2022. വിവിധ വകുപ്പുകളിലായിട്ട് LD ക്ലർക്ക്, ലാസ്റ്റ് ഗ്രേഡ് സെർവൻറ്റ്, അതുപോലെ തന്നെ വിദ്യാഭ്യാസ വകുപ്പിലേക്കുള്ള LP ST UP സ്കൂൾ ടീച്ചർ, അങ്ങനെ പ്രധാനപ്പെട്ട ധാരാളം റാങ്ക് ലിസ്റ്റുകൾ 2022 പ്രസിദ്ധീകരിച്ചെന്ന് പറയുന്നുണ്ട്. സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡൻറ്റ്, അതുപോലെയുള്ള ആദ്യമായിട്ടുള്ള ഒരുപാട് തസ്തികകൾ എന്ന് പറഞ്ഞാൽ സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡൻറ്റ് പോലുള്ള ഒരുപാട് പരീക്ഷകൾ കഴിഞ്ഞ വർഷം നടത്തിയിട്ടുണ്ടെന്നും പറയുന്നു. അതുപോലെ തന്നെ പരീക്ഷകൾ 1000-ൽ കൂടുതലാണ്. 2022 PSC നടത്തിയത് 1000-ലധികം പരീക്ഷകൾ. 2022 ജനുവരി 1 മുതൽ ഡിസംബർ 31 വരെയുള്ള കാലഘട്ടങ്ങളിൽ 1013 പരീക്ഷകളാണ് കേരള PSC നടത്തിയിട്ടുള്ളത്. ഇതിൽ 813 പരീക്ഷകളും OMR രീതിയിലുള്ളതായിരുന്നു. 180 ഓൺലൈൻ പരീക്ഷകളും 33 ഡിക്റ്റേഷൻ ടെസ്റ്റുകളും 19 വിവരണാത്മക പരീക്ഷകളും 2022 നടത്തിയിട്ടുണ്ടെന്നും പറയുന്നുണ്ട്. അപ്പോൾ ആകെ മൊത്തത്തിൽ 2022 നടത്തിയത് 1013 PSC പരീക്ഷകളാണെന്നാണ് ഇതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നത്. മാത്രമല്ല വിജ്ഞാപനങ്ങളിലും റെക്കോർഡ് എന്നാണ് പറയുന്നത്. എന്തൊക്കെയാണ് വിജ്ഞാപനങ്ങളിലെ റെക്കോർഡ് എന്ന് നമുക്കൊന്ന് വായിച്ചു നോക്കാം. കഴിഞ്ഞ 6 വർഷത്തെ കണക്കുകൾ പരിശോധിച്ചാൽ വിജ്ഞാപനങ്ങളിൽ റെക്കോർഡ് സൃഷ്ടിച്ച വർഷമാണ് കടന്നുപോയത്. വിവിധ തസ്തികകളിലായിട്ട് 816 വിജ്ഞാപനങ്ങളാണ് 2022 PSC പ്രസിദ്ധീകരിച്ചത്. 2021 781 വിജ്ഞാപനങ്ങളാണ്. 2020 513 വിജ്ഞാപനങ്ങളാണ്. 2019 633 ആണ്. 2018 396 ആണ്. 2017 666 എന്നിങ്ങനെയാണ് കഴിഞ്ഞ 5 വർഷം പ്രസിദ്ധീകരിച്ച വിജ്ഞാപനങ്ങളുടെ കണക്ക്. ഓക്കെ, അപ്പോൾ ഇപ്രാവശ്യം അത് 816 വിജ്ഞാപനങ്ങളിലേക്ക് മാറിയിരിക്കുകയാണ്. അപ്പോൾ വിജ്ഞാപനങ്ങളിലും റെക്കോർഡെന്നാണ് കേരള PSC തന്നെ പറയുന്നത്. അപ്പോൾ പരിഷ്കാരങ്ങളറ്റ് 2022 എന്ന് പറഞ്ഞിട്ട് ഇതിനകത്ത് ഒരുപാട് പരിഷ്കാരങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ 2022 വന്ന ഏറ്റവും പ്രധാനപ്പെട്ട പരിഷ്കാരങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. സർക്കാർ ജോലികളിൽ മലയാളം നിർബന്ധമാക്കിയത് തന്നെയാണ് ഇതിൽ ആദ്യത്തെ പരിഷ്കാരം എന്ന് പറയുന്നത്. ഒന്നും അല്ല പരിഷ്കാരം, ആദ്യത്തെ പരിഷ്കാരം എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? അത് 2022 വന്ന പരിഷ്കാരം അല്ലാത്തതുകൊണ്ടാണ് ഇതിനകത്ത് പറയാത്തത്. നമ്മുടെ പ്രിലിംസ് മെയിൻസ് പരീക്ഷ അത് ഇതിനകത്തൊരു കോളമായിട്ട് ചോദിക്കുന്നുണ്ട്. പ്രധാന ചോദ്യം എന്ന് പറയുന്നത് പ്രിലിമിനറി മെയിൻ പരീക്ഷ തുടരുമോ എന്ന് പറയുന്ന ഒരു ബോക്സ് ഇതിനകത്തുണ്ട്. അപ്പോൾ നമുക്ക് ആ ബോക്സ് പറയാം. അതിനു മുന്നേ ഈ പരിഷ്കാരങ്ങൾ എത്തി 2022 എന്ന് പറയുന്നത് 22 പ്രധാനപ്പെട്ട പരിഷ്കാരങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് വായിച്ചു നോക്കാം. സർക്കാർ ജോലിക്ക് മലയാളം നിർബന്ധമാക്കി എന്ന് പറയുന്നു. സർക്കാർ സർവീസിലെ ജോലിക്ക് മലയാളം നിർബന്ധമാക്കിയ ഉത്തരവ് ഓഗസ്റ്റിൽ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. സർക്കാർ ഓഫീസിൽ പ്രവേശിക്കുന്നവരിൽ ബിരുദതലം വരെ മലയാളം ഒരു ഭാഷയായിട്ട് പഠിച്ചിട്ടില്ലാത്തവർ PSC നടത്തുന്ന മലയാളം അല്ലെങ്കിൽ മലയാള പരീക്ഷയിൽ 40% മാർക്കോട് ജയിക്കണമെന്ന് ഈ ഒരു കാര്യത്തിൽ വളരെ വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും മലയാള പരീക്ഷ അല്ലെങ്കിൽ മലയാളം നിർബന്ധമാക്കിയെന്ന് പറയുന്നത് തന്നെയാണ് ഇതിൽ ഈ 2022 ഏറ്റവും പ്രധാനപ്പെട്ട പരിഷ്കാരമായിട്ട് കേരള PSC തന്നെ പറയുന്നത്. മാത്രമല്ല ശരീര അളവ് സർട്ടിഫിക്കറ്റ് കോളേജ് അധ്യാപകരിൽ നിന്ന് നമുക്ക് നോക്കാം. ഉദ്യോഗാർത്ഥികൾക്ക് ശരീര അളവുകൾ രേഖപ്പെടുത്തിയ സർട്ടിഫിക്കറ്റ് നൽകാനായിട്ട് കേരള എയ്ഡഡ് കോളേജുകളിലെ കായിക അധ്യാപകരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. സർക്കാർ കോളേജ് അല്ലെങ്കിൽ സർക്കാർ ഉത്തരവിറക്കിയിട്ടുണ്ട്. ഇനി നിശ്ചിത ശാരീരിക യോഗ്യതയ്ക്ക് ആവശ്യമായിട്ടുള്ള അളവെടുപ്പുകൾ നമ്മുടെ സർക്കാർ കോളേജുകളിലെ കായിക അധ്യാപകരിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ എഴുതി വാങ്ങിക്കാൻ കഴിയുന്നതാണ്. അതുപോലെ തന്നെ ഭിന്നശേഷി സംവരണം 4% ആക്കിയിട്ടുണ്ട്. അതുപോലെ റീലിംഗ്വിഷ്മെൻറ്റിൻ്റെ പ്രത്യേക ഫോം കൊണ്ടുവന്നിട്ടുണ്ട്. 6 മാസത്തിനകം എടുത്ത
ഫോട്ടോ നിർബന്ധമാക്കി കേട്ടോ. അപ്പോൾ നമ്മുടെ പി എസ് സിയിൽ കൊടുത്തിട്ടുള്ള ഫോട്ടോ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഇടയ്ക്കൊന്ന് അപ്ഡേറ്റ് ചെയ്യുക. കാര്യം 6 മാസത്തിന് മുന്നേ എടുത്തിട്ടുള്ള ആ ഒരു ഫോട്ടോ തന്നെ നിങ്ങളുടെ PSC പ്രൊഫൈലിൽ വേണം. അല്ലാന്നുണ്ടെങ്കിൽ അത് ഭാവിയിൽ പ്രശ്നമായിട്ട് മാറാം. അതുകൊണ്ട് ഫോട്ടോയുടെ കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. മാത്രമല്ല ഈ വേക്കൻസി വഴി മാത്രം ഇനി ഒഴിവെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നേരത്തെ ഒരു വീഡിയോ ചെയ്തതാണ്, ഓൺലൈനായിട്ട് ഇനി തൊട്ട് ഈ വേക്കൻസികൾ പ്രസിദ്ധീകരിക്കും. അപ്പോൾ ഈ വേക്കൻസി പ്രസിദ്ധീകരിക്കുന്ന അനുസരിച്ച് മാത്രമേ ഇനി എന്ത് ചെയ്യത്തുള്ളൂ, നമ്മുടെ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ PSCക്ക് പുതിയ അധ്യക്ഷൻ ഡോക്ടർ MR ബൈജു ആണ് നമ്മുടെ കേരള PSCയുടെ പുതിയ ചെയർമാനായിട്ട് വരുന്നത്. മുൻ ചെയർമാനായിട്ടുള്ള M സക്കീർ മാറിയ ശേഷമാണ് നമ്മുടെ ഒക്ടോബർ 30 പുള്ളിക്കാരൻ മാറിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം വിരമിച്ച ഒഴിവുകളിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ MR ബൈജു വന്നിട്ടുണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ 2022 പ്രധാനപ്പെട്ട പരിഷ്കാരങ്ങളെന്ന് പറയുന്നത്. പിന്നെ ഒട്ടേറെ പ്രതീക്ഷയോടുകൂടി 2023 എന്ന് പറയുന്ന മറ്റൊരു ആർട്ടിക്കിളൂടെ നമുക്ക് കാണാനായിട്ട് കഴിയും. നമുക്കിത് വായിച്ചു നോക്കാം, എന്താണ് ഇതിനകത്ത് പറയുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, സർക്കാർ മേഖലയിലെ തൊഴിലന്വേഷകർക്ക് ഏക പ്രതീക്ഷ നൽകിയാണ് 2023 പിറന്നത്. അടിസ്ഥാന വിദ്യാഭ്യാസം നേടിയവർക്ക് മുതൽ ഉന്നത ബിരുദങ്ങൾ നേടിയവർക്ക് വരെ അപേക്ഷിക്കാവുന്ന ഒട്ടേറെ വിജ്ഞാപനങ്ങൾ പുതിയ വർഷത്തിൽ വന്നു കഴിഞ്ഞിട്ടുണ്ട്. സർവകലാശാല ലാസ്റ്റ് ഗ്രേഡ് മുതൽ പ്ലാനിംഗ് ബോർഡിലെ ചീഫ് വരെയുള്ള വൈവിധ്യമാർന്ന വിജ്ഞാപനങ്ങൾ ഇക്കൂട്ടത്തിലുണ്ട്. സേനാ വിഭാഗ തസ്തികകളായിട്ടുള്ള സിവിൽ പോലീസ് ഓഫീസർ, വനിതാ സിവിൽ പോലീസ് ഓഫീസർ, സബ് ഇൻസ്പെക്ടർ, അങ്ങനെ ഒരുപാട് തസ്തികയിലേക്ക് നിലവിൽ നമുക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയും. അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ, അതുപോലെ തന്നെ ഹൈസ്കൂൾ ടീച്ചർ ഹിന്ദി, സർവേയർ ഗ്രേഡ് 2 അസിസ്റ്റന്റ്, അതുപോലെ തന്നെ പബ്ലിക് പ്രോസിക്യൂട്ടർ, LD ടൈപ്പിസ്റ്റ്, സെക്രട്ടേറിയറ്റ് കമ്പ്യൂട്ടർ അസിസ്റ്റന്റ്, അങ്ങനെ ഒരുപാട് തസ്തികയിൽ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പോൾ നിലവിലെ വിജ്ഞാപനങ്ങൾ വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു വിജ്ഞാപനങ്ങളുടെ ഭാഗത്ത് നിന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ 7ാം ക്ലാസ് മുതൽ ഉയർന്ന നമ്മുടെ PG ലെവൽ വരെയുള്ള എല്ലാ എക്സാംസും നമ്മുടെ കേരള PSCയിൽ നിന്ന് വിജ്ഞാപനങ്ങളായിട്ടുണ്ട്. ഇനി പഠിക്കുക എന്നുള്ളത് മാത്രമേ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ളൂ. അപ്പോൾ പുതിയ പരിഷ്കാര വർഷം 2023 ജനുവരി 1 മുതൽ ചില പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാനായിട്ട് കേരള PSC തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ 23 ജനുവരി 1 മുതൽ പരിഷ്കാരങ്ങൾ കുറച്ചുകൂടി പരിഷ്കാരങ്ങൾ വരാനായിട്ട് പോയാണ്. പരിഷ്കരിച്ച് എങ്ങോട്ടാണ് പോണതെന്ന് മാത്രമേ അറിയത്തില്ല. എന്തായാലും നമുക്ക് നോക്കാം. 2023 ജനുവരി 1 മുതൽ ചില പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ PSC തീരുമാനിച്ചിട്ടുണ്ട്. അപേക്ഷിക്കുന്ന സമയത്ത് തന്നെ പരിചയ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുക. നിയമന പരിത്യാഗത്തിന് അല്ലെങ്കിൽ റീലിംഗ്വിഷ്മെന്റ് ആണ് നിയമന പരിത്യാഗം എന്ന് പറയുന്നത്. ഇതിനുവേണ്ടി പ്രത്യേക സത്യവാങ്മൂലം നൽകുക, അപേക്ഷകർ പ്രൊഫൈൽ വഴി മാത്രം നൽകുക എന്നിവയാണ് സർട്ടിഫിക്കറ്റ് പരിശോധനയ്ക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കൊണ്ടുവരിക. അതുപോലെ തന്നെ സാങ്കേതിക വിദ്യ ഉപയോഗിക്കാനുള്ള ധാരണയും ആയിട്ടുണ്ട്. അങ്ങനെ കുറച്ച് പരിഷ്കാരങ്ങളുണ്ട് 2023 കേരള PSC തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയെല്ലാം പ്രൊഫൈലിൽ എന്ന് പറയുന്നുണ്ട്. ഈ ഇനിയെല്ലാം പ്രൊഫൈലിൽ എന്ന് പറയുന്ന ആർട്ടിക്കിൾ നമ്മൾ നേരത്തെ ഒരു പ്രാവശ്യം സംസാരിച്ചതാണ്. വേറെ ഒന്നുമല്ല, ഇനി തൊട്ട് നമ്മുടെ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആൻസർ ഷീറ്റിൻ്റെ കോപ്പി നമുക്ക് വേണമെങ്കിലോ അത് റീചെക്ക് ചെയ്യണമെങ്കിലോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്കിനി പ്രൊഫൈൽ മുഖാന്തരം തന്നെ ചെയ്യാനായിട്ട് കഴിയും. PSC ഓഫീസിൽ പോകേണ്ടതോ മെയിൽ അയക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊന്നും വരുന്നില്ല. നമ്മുടെ പ്രൊഫൈൽ വഴി തന്നെ അതിനുള്ള ആവശ്യങ്ങളും കാര്യങ്ങളൊക്കെ 2023 തന്നെ അപ്ഡേറ്റഡ് ആയിട്ട് വരുമെന്നാണ് കേരള PSCക്കകത്ത് നിന്ന് ഇപ്പോൾ അറിയാനായിട്ട് കഴിയുന്നത്. അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് എന്ന് പറയുന്നുണ്ട്. 2023 ജനുവരി 1 മുതലുള്ള വിജ്ഞാപനങ്ങളിൽ അപേക്ഷിക്കുമ്പോൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, അസൽ പരിചയ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. ഒറിജിനൽ ആയിട്ടുള്ള പരിചയ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. ഈ നിബന്ധന മുൻപ് ഉണ്ടായിരുന്നുവെങ്കിലും കോവിഡ് പശ്ചാത്തലത്തിൽ ഒഴിവാക്കിയിരുന്നു. പകരം ഇതുമായി സംബന്ധിച്ച സത്യവാങ്മൂലം അപ്ലോഡ് ചെയ്താൽ മതിയായിരുന്നു. ഈ ഇളവ് പിൻവലിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും പരിചയ സർട്ടിഫിക്കറ്റ് ചോദിക്കുന്ന പരീക്ഷകൾക്ക് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഒറിജിനൽ പരിചയ സർട്ടിഫിക്കറ്റ് ഇനി തൊട്ട് അപ്ലോഡ് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ സത്യവാങ്മൂലം നിർബന്ധമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനി തൊട്ട് പരിശോധനയ്ക്ക് ഇനി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്ന് വായിച്ചു നോക്കാം. സർട്ടിഫിക്കറ്റ് പരിശോധനയ്ക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നതിന് PSC പരിഗണിക്കുകയാണ് കേട്ടോ. അപ്പോൾ വേറെ ഒന്നുമല്ല, സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്കും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നതിന് ഇനി തൊട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആയിരിക്കും വരിക. അപ്പോൾ നമ്മളിനി ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടുകൂടി കാത്തിരുന്ന മറ്റൊരു ചോദ്യമാണ് എനിക്ക് പറയേണ്ടത്. മറ്റൊന്നുമല്ല, പ്രധാന ചോദ്യം എന്ന് പറയുന്നത് പ്രിലിമിനറി മെയിൻസ് പരീക്ഷ രീതി തുടരുമോ എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നോക്കാം. പ്രിലിമിനറി മെയിൻസ് പരീക്ഷ രീതി പുതുവത്സരത്തിൽ PSC തുടരുമോ എന്നതാണ് പുതുവത്സരത്തിൽ എല്ലാവരും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ചോദ്യം. ഇത് സംബന്ധിച്ച് അണിയറയിൽ ചർച്ചകൾ നടക്കുകയാണെന്നാണ് വിവരം. അപ്പോൾ മുൻ ചെയർമാനായിട്ടുള്ള MK സക്കീർ തുടങ്ങി വെച്ച ഈ പരിഷ്കാരം പൂർണ്ണമായും ഒഴിവാക്കണമെന്നില്ല. എന്നാൽ വലിയ തോതിൽ അപേക്ഷകരുള്ള തസ്തികകളിൽ ഈ പരിഷ്കാരം തുടരണോ എന്നതിൽ PSC തന്നെ ഭിന്ന അഭിപ്രായങ്ങൾ ഉയരുന്നുണ്ട്. അപ്പോൾ സമാന തസ്തികകളിൽ പൊതുപരീക്ഷ നടത്തി 2ാം ഘട്ട പരീക്ഷയിൽ ഒഴിവാക്കി
ഒഴിവാക്കാനുള്ള സാധ്യതയുമുണ്ട് കേട്ടോ. അപ്പോൾ സമാന തസ്തികകളിൽ പൊതുപരീക്ഷ നടത്തിക്കൊണ്ട് രണ്ടാം ഘട്ട പരീക്ഷ ഒഴിവാക്കാനുള്ള സാധ്യതയുണ്ട്. LD അതുപോലെ തന്നെ ലാസ്റ്റ് ഗ്രേഡ്, സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് തുടങ്ങിയ തസ്തികയിൽ 3 വർഷ ഇടവേളകളിൽ കൃത്യമായ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രിലിമിനറി മെയിൻസ് പരിഷ്കാരം വന്നതോടുകൂടി മുടങ്ങിയിരിക്കുകയാണ് ഈ ഒരു കാര്യം. മാത്രമല്ല നേരത്തെ പറഞ്ഞ പോലെ തന്നെ 3 വർഷത്തിലൊരിക്കൽ വളരെ കൃത്യമായിട്ട് വന്നുകൊണ്ടിരുന്നതാണ് നമ്മുടെ LD അതുപോലെ തന്നെ ലാസ്റ്റ് ഗ്രേഡ്, സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് തുടങ്ങിയ തസ്തികകൾ. അപ്പോൾ ഇവ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു പ്രിലിംസ് മെയിൻസ് വന്നതോടുകൂടി ഈ കാര്യങ്ങളിലെല്ലാം ചെറിയ ചെറിയ മുടക്കങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. മെയിൻസ് പരിഷ്കാരം വന്നതോടുകൂടി ഈ കാര്യങ്ങളെല്ലാം മുടങ്ങിയിരിക്കുകയാണ്. CPO, SI തുടങ്ങിയ സേനാ വിഭാഗങ്ങളുടെ റാങ്ക് ലിസ്റ്റും അനന്തമായി വൈകുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം ഈ ഒരു പ്രിലിംസ് മെയിൻസ് വന്നു കഴിഞ്ഞാൽ ഒരുപാട് സമയം അതിൻ്റെ പുറകെ പോകുന്നുണ്ട് അല്ലേ. പ്രിലിംസ് കറക്റ്റ് ചെയ്യണം, മെയിൻസിൻ്റെ പേപ്പർ നോക്കണം, അങ്ങനെ ഒരുപാട് സമയം ഇതിനകത്ത് വരുന്നുണ്ട്. നേരത്തെയൊക്കെ വളരെ കൃത്യമായിട്ട് വന്നുകൊണ്ടിരുന്ന റാങ്ക് ലിസ്റ്റുകളൊക്കെ ഇപ്പോൾ നല്ല രീതിയിൽ ലേറ്റ് ആവുകയാണ്. ഒരു സിവിൽ പോലീസ് വന്നിട്ട് ഇപ്പോൾ ഏകദേശം 2 വർഷം ആവാറായിട്ട് അതിൻ്റെ റാങ്ക് ലിസ്റ്റ് ഇതുവരെ പബ്ലിഷ് ചെയ്തിട്ടില്ല. പുതിയ സിവിൽ പോലീസിന് WCP ഒക്കെ വന്നിട്ടുണ്ട്, നല്ല കാര്യം തന്നെയാണ്. പക്ഷേ പറയുന്നതിൻ്റെ റാങ്ക് ലിസ്റ്റ് ഇതുവരെ പ്രസിദ്ധീകരിച്ചിട്ടില്ല എന്നുള്ളത് വളരെ മോശമായിട്ടൊരു കാര്യം തന്നെയാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു പ്രിലിംസ് മെയിൻസ് എന്തായാലും അവർക്ക് തന്നെ പണിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് മാറ്റിയാൽ നല്ലത് എന്ന് തന്നെയാണ് പറയാനായിട്ടുള്ളത് അല്ലേ. അപ്പോൾ വിജ്ഞാപനത്തിലെ മാറ്റം, അപേക്ഷ ജനുവരി 6 വരെ എന്ന് പറയുന്നുണ്ട്. അതിനകത്ത് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പറയുന്നില്ല. പിന്നെ കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി 578 തസ്തികകൾ ഒഴിവാകുന്നുണ്ട്. ഈ കോർപ്പറേഷനിലേക്കുള്ള തസ്തികകളുടെ കാര്യങ്ങളെക്കുറിച്ച് നമ്മളൊരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തതാണ്. മാത്രമല്ല 253 തസ്തികയിലേക്ക് PSC വിജ്ഞാപനം എന്ന് പറയുന്നുണ്ട്. അതും ഇതിനകത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ കുറച്ച് വീഡിയോസിലായിട്ട് ജനറൽ സംസ്ഥാനം, അതുപോലെ തന്നെ ജനറൽ ജില്ലാതലം എന്നൊക്കെ പറഞ്ഞിട്ട് കഴിഞ്ഞ കുറച്ച് നമ്മുടെ തിങ്കളാഴ്ചത്തെ വീഡിയോസ് നിങ്ങളൊന്ന് എടുത്ത് നോക്കുകയാണെങ്കിൽ PSC നോട്ടിഫിക്കേഷൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ തസ്തികകളും ഞാൻ അതിനകത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഞാനിത് വെറുതെ വീണ്ടും ആ കാര്യങ്ങൾ പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ കേരള PSCയുടെ ഈ ഒരു തിങ്കളാഴ്ചത്തെ 2023 ആദ്യത്തെ ഈ ഒരു തൊഴിൽ വീതിക്കകത്ത് പറയുന്നത്. ഇത്രയും പ്രധാനപ്പെട്ട അറിയിപ്പുകൾ മാത്രം തന്നെയാണ്. അപ്പോൾ നമ്മുടെ മുന്നിൽ അവശേഷിക്കുന്ന ചോദ്യം മറ്റൊന്നുമല്ല, ഈ പ്രിലിംസ് മെയിൻസ് പരീക്ഷാ രീതി തുടരുമോ എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ഇത് വേണോ വേണ്ടേ, അല്ലെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് വേണമെന്ന് പറയുന്നവർ എന്തുകൊണ്ട് വേണം, വേണ്ട എന്ന് പറയുന്നവർ എന്തുകൊണ്ട് വേണ്ട എന്നുള്ള കാര്യം കൂടി നിങ്ങളൊന്ന് അറിയിക്കുക. ഓക്കെ, അപ്പം നിങ്ങളുടെ മനസ്സിൽ എന്താണെന്നുള്ള കാര്യം നിങ്ങൾക്കും വായിക്കാം, എനിക്കും വായിക്കാം, നിങ്ങളുടെ കൂട്ടുകാർക്കും വായിക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും പുതിയ അപ്ഡേറ്റ്സും ക്ലാസ്സുകളൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉടനെ തന്നെ എത്തുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോ ക്ലാസ്സൊക്കെ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.